സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി രാഷ്ട്രപതി നിയമിച്ചത് ആരെയാണ്? ഉത്തരം ജസ്റ്റിസ് സൂര്യകാന്ത്. 2025 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം തങ്കു എന്ന് പേരിട്ടിരിക്കുന്ന ജീവി ഏത്? ഉത്തരം മുയൽ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ ആദ്യ മാനസികാരോഗ്യ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം ദീപിക പദുക്കോൺ. 2025 ജൂണിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം? ഉത്തരം പട്ടാമ്പി. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യമേത്? ഉത്തരം ഇന്ത്യ. 2025 ജൂണിൽ അന്തരിച്ച പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ വാൽമീക് ദാബർ ഏത് മേഖലയിലാണ് പ്രസിദ്ധൻ? ഉത്തരം കടുവ സംരക്ഷണം. രാജ്യത്ത് ആദ്യ നഗരനയം രൂപീകരിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം? ഉത്തരം കേരളം. റഷ്യയിലെ വ്യോമതാവളത്തിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് നൽകിയ പേര് എന്താണ്? ഉത്തരം ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ എത്ര വയസ്സ് പൂർത്തിയാവണം? ഉത്തരം 25 വയസ്സ്. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 2013. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം ഏത്? ഉത്തരം എണ്ണപ്പന. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം ഗോദാവരി. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏത്? ഉത്തരം ഷിയോനാഥ്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഉത്തരം 10ാം പഞ്ചവത്സര പദ്ധതി. BNSSന്റെ പൂർണ്ണരൂപം ഏത്? ഉത്തരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഗാർഹിക പീഡന നിയമ ബില്ലിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര്? ഉത്തരം APJ അബ്ദുൽ കലാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏത്? ഉത്തരം ഫീമർ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം? ഉത്തരം PT ഉഷ. കേരള നാട്ടാന പരിപാലന ചട്ടപ്രകാരം നാട്ടാനകളുടെ വിരമിക്കൽ പ്രായം എത്ര? ഉത്തരം 65 വയസ്സ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഉത്തരം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി? ഉത്തരം ഇടുക്കി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമായ ജനാസു ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഉത്തരാഖണ്ഡ്. പ്രധാനമന്ത്രി എന്ന ആശയത്തിന് ഏത് രാജ്യത്തെ ഭരണ സംവിധാനത്തോടാണ് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ബ്രിട്ടൻ. PK കാളൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട കലാകാരനാണ്? ഉത്തരം ഗദ്ദിക. മാംസത്തിന്റെ അപര്യാപ്തത നിമിത്തമുണ്ടാകുന്ന രോഗം? ഉത്തരം കാഷ്യോർക്കർ. സസ്യങ്ങൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വസ്തു? ഉത്തരം ആന്ത്രോസയാനിൻ. വാഗൺ ട്രാജഡിയെ ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ? ഉത്തരം സുമിത് സർക്കാർ.
വൈക്കം സത്യാഗ്രഹത്തോടനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗം. ഉത്തരം അകാലികൾ. കേരളത്തിൽ ഇപ്പോഴും തുടർന്നു വരുന്ന സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം. ഉത്തരം നിവർത്തന പ്രക്ഷോഭം. സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനുമെതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരം. ഉത്തരം പുന്നപ്ര വയലാർ സമരം.